ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണയുടെ പരിശീലകൻ അവരുടെ സൂപ്പർ താരമായിട്ടുള്ള യുവതാരം ലാമിൻ യമാനെ വളരെ മോശം രീതിയിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാമിൻ യമാലിന് അദ്ദേഹം ഫുൾ ടൈം കളിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പല പ്രമുഖ താരങ്ങളും പ്രമുഖ ലെജൻസ് ആയിട്ടുള്ള താരങ്ങളും പല മീഡിയാസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് നോക്കുകയാണെങ്കിൽ ലാമിൻ യമാൽ 15 വയസ്സിൽ ഡെബ്യൂ ചെയ്തിട്ടുള്ള പ്ലെയറാണ്. ഇപ്പോൾ 18 വയസ്സാണ്. ഇതിനോടകം അദ്ദേഹം 100-ന് മുകളിൽ മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഫുട്ബോളിൽ നോർമലായിട്ട് 18 വയസ്സുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് 20-30 മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരു പ്ലെയർ ആയിരിക്കും. എന്നാൽ ലാമിൻ യമാലിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അദ്ദേഹം 100-ൽ പരം മത്സരങ്ങൾ ഇതിനോടകം കളിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണ പരാജയപ്പെട്ടിരുന്നു. ആ ഒരു മത്സരത്തിൽ ജിറോണയ്ക്കെതിരെ ബാഴ്സ പരാജയപ്പെട്ടു. ആ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി യമാൽ കളിച്ചിരുന്നു. യമാൽ ഒരു പെനാൽറ്റി പാഴാക്കി. 18 വയസ്സുള്ള യമാലിന് പെനാൽറ്റി നൽകാൻ പാടില്ലായിരുന്നു എന്നൊരു കൂട്ടം ആളുകൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല, പ്രഷർ താങ്ങാനുള്ള ഒരു ഇല്ല എന്ന രീതിയിൽ കുറേ പേര് പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. ഒപ്പം പല ആളുകളും പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, യമാലിന് പനിയാണ്, ഫുൾ ഫിറ്റ് അല്ലാത്ത യമാലിനെ ഫുൾ ടൈം കളിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമാൽ 18 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് 100-ൽ പരം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഈ സീസണിൽ 32ഓളം മത്സരങ്ങളിൽ നിന്ന് 28ഓളം ഗോൾ കോൺട്രിബ്യൂഷൻ താരം നൽകിയിട്ടുണ്ട്. വളരെ മികച്ച ഫോമിലാണ്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് താരം കളിക്കുന്നത്. പക്ഷേ റൊട്ടേറ്റ് ചെയ്യണം പ്ലെയറിനെ. റൊട്ടേറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇഞ്ചുറി വരാം. സാക്ഷാൽ ലയണൽ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ലെവലിൽ ടാലൻറ്റഡ് ആണെന്ന് പറയപ്പെടുന്ന ഒരു താരമാണ് യമാൽ. മെസ്സി 18 വയസ്സിൽ എത്ര മത്സരം കളിച്ചിട്ടുണ്ടെന്ന് അറിയോ? മെസ്സി യമാലിൻ്റെ 4-1 മത്സരം മാത്രമേ ലയണൽ മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നു യമാലിൻ്റെ ഒരു പ്രായത്തിൽ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 100-ൽ പരം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട്, എല്ലാം ശരിയാണ്. എന്നാൽ പോലും ഇത്രയും മത്സരങ്ങൾ ഒരു പ്ലെയറിനെ തുടർച്ചയായി കളിപ്പിക്കുക എന്ന് പറയുന്നത് സീനിയർ പ്ലെയറിനെ 25-23 വയസ്സൊക്കെ ഉള്ള പ്ലെയറിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. എന്നാൽ 18 വയസ്സിൽ അങ്ങനെയല്ല. അത് അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പനിയുള്ളൊരു പ്ലെയറിനെ കളിപ്പിക്കുക. അതും നിങ്ങളൊരു ആലോചിച്ചാൽ മതി. അതായത് ബാഴ്സലോണയെ സംബന്ധിച്ച് ഒരു 18 വയസ്സുള്ള പ്ലെയറിൻ്റെ പുറത്ത് ഒരു ടീമിൻ്റെ മൊത്തം പ്രഷർ ഇടുക. ഒരു ടീമിൻ്റെ മൊത്തം പ്രഷർ ആ പ്ലെയറിൻ്റെ പുറത്താണെന്ന്. സാധാരണ മെസ്സി കളിക്കുന്ന സമയത്ത് 2019 കളി കണ്ടുള്ളവർക്കറിയാം. ആ ഒരു സമയത്ത് ആ ടീമിനെ മൊത്തം ക്യാരി ചെയ്യുന്നത് മെസ്സിയായിരുന്നു. ഇവിടെ വരികയാണെങ്കിൽ റാഫീനയാണ് ആ ഒരു ടീമിനെ മൊത്തം ക്യാരി ചെയ്യുന്നത്. നമുക്കറിയാം, അറ്റാക്ക് എല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. മിഡിൽ പെഡ്രി ഉണ്ട്. ഇവരില്ലാത്ത സാഹചര്യത്തിൽ ആ ഒരു എൻറ്റയർ ടീമിൻ്റെ ആ ഒരു മൊത്തം മുന്നേറ്റവും യമാലിൻ്റെ പുറത്താണ്. യമാലിനെ മാത്രം വിശ്വസിച്ചാണ് ആ ഒരു ടീം മുന്നേറുന്നത്. ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ച് അദ്ദേഹം കളിക്കുന്ന ആ ഒരു ടാക്ടിക്സ്, ഹൈ ലൈൻ, ഹൈ അറ്റാക്കിംഗ് സിസ്റ്റം, ഫുട്ബോൾ ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുപോലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം അറ്റാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുല യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ തുടരെ തിരമാല കണക്കി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫോർമേഷനിൽ ആ ഒരു ടീമിന് മികച്ചൊരു പെർഫോമൻസ് നടത്താൻ കഴിയത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് തുടരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ മത്സരം ജിറോണയ്ക്കെതിരെ 14 തവണയാണ് ഗോൾ മിസ്സാക്കിയിട്ടുള്ളത് യമാൽ. ആ ഒരു മത്സരത്തിൽ പെനാൽറ്റിയും പാഴാക്കി. മികച്ചൊരു പെർഫോമൻസ് നടത്തിയില്ല. ടീം പരാജയപ്പെടുന്ന സാഹചര്യം കണ്ടു. ആ ഒരു മത്സരം കണ്ടിട്ടുള്ളവർക്കറിയാം, റാഫീന ഒരു ഇഞ്ചുറിക്ക് ശേഷം റിക്കവറായി വരുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. യമാലിൻ്റെ പുറത്തായിരുന്നു മൊത്തം. യമാൽ ആ ഒരു ടീമിനെ മൊത്തം എൻറ്റയർലി ക്യാരി ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. 18 വയസ്സിൽ ഇതിനു മുമ്പ് ഒരു പ്ലെയറും ഈ ഒരു ഇത്രയും പ്രഷർ എടുത്തിട്ടില്ല. ഒരു ടീമിൻ്റെ മൊത്തം ബാലൻസ് ആ യമാൽ തൂക്കി വെച്ച് അങ്ങ് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ മെസ്സി പല പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ മെസ്സിയുടെ 18 വയസ്സിൽ ഇങ്ങനെയൊന്നും അല്ല സിസ്റ്റം. ആധുനിക ഫുട്ബോൾ മാറി. നമുക്കെല്ലാവർക്കും അറിയാം, യുവതാരങ്ങളെ കൂടുതൽ മത്സരങ്ങളിൽ കളിപ്പിക്കുന്ന രീതിയിലേക്ക് ആധുനിക ഫുട്ബോൾ മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യമാലിൻ്റെ കാര്യത്തിൽ യമാലിനെ കൂടുതൽ സമയം കളിപ്പിക്കുന്നു. അതിനുള്ള കാരണം ആധുനിക ഫുട്ബോൾ മാറിയിട്ടുള്ളതാണ്. റയൽ മാഡ്രിഡിൽ എൻട്രിക് എന്ന പ്ലെയറിനെ ബെഞ്ചിലിരുത്തിയപ്പോൾ പല ആളുകളും കുറ്റപ്പെടുത്താനുള്ള കാരണം അതാണ്. ആധുനിക ഫുട്ബോൾ മാറി, യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. 15-ഉം 16-ഉം വയസ്സുള്ള താരങ്ങൾ ഡെബ്യൂ ചെയ്യുന്നു. പണ്ട് ഇതൊരു റെയർ സംഭവമായിരുന്നു. എപ്പോഴെങ്കിലും 1-2 പ്ലേയേഴ്സൊക്കെ കാണത്തുള്ളൂ. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. പണ്ട് സാധാരണ ഒരു പ്ലെയർ ഡെബ്യൂ ചെയ്യുന്നത് പറയുന്നത് 17-ഓ 18-ഓ വയസ്സിലൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ 15 വയസ്സ്, 14 വയസ്സ്, 17 വയസ്സ്, 16 വയസ്സിലാണ് ഒരു പ്ലെയർ ഡെബ്യൂ ചെയ്യുന്നത്.
ആ രീതിയിലേക്ക് ഫുട്ബോൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഫുട്ബോൾ മാറിയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ സാധാരണ ഈ യുവതാരങ്ങൾ കൂടുതൽ മത്സരങ്ങളൊക്കെ കളിക്കും, നോർമലാണ്. എന്നാൽ ഇവിടെ റൊട്ടേഷൻ യൂസ് ചെയ്യണം. ബാഴ്സയെ സംബന്ധിച്ച് റൂണി ബാൽജെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസാധ്യ ടാലൻ്റ് അവിടെ ഉണ്ട്. അദ്ദേഹം പ്രൂവൺ ആണ്, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് തൻ്റെ ടാലൻറ്റ്, തൻ്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മാറ്റി പരിശോധിക്കേണ്ട സമയമായിട്ടുണ്ട്. യമാലിന് കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്താൽ മതി. എല്ലാ മാച്ചിലും ബെഞ്ചിൽ ഇരുത്തണം എന്നല്ല ഞാൻ പറയുന്നത്. യമാലിനെ സംബന്ധിച്ച് യമാൽ അൺബിലീവബിൾ ടാലൻ്റ് ആണ്. പക്ഷേ ആ ഒരു ടാലൻറ്റ് വലിയ രീതിയിലേക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ തുടക്കം തന്നെ ഇത്രയും പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഓൾറെഡി അദ്ദേഹത്തെ സംബന്ധിച്ച്, യമാലിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ആ ഒരു പ്രഷറുണ്ട്. ഇപ്പം അദ്ദേഹം കുറച്ച് മാറി നിൽക്കുകയാണ്, യമാൽ മാറി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആ ഒരു പ്രഷറുണ്ട്. ഒപ്പം ടീമിൻ്റെ സിസ്റ്റം അതൊരു വലിയ കുരുക്ക് പിടിച്ചൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറുണ്ട്. ഒപ്പം കൂടുതൽ മത്സരങ്ങൾ കളിപ്പിച്ചു ഇത്രയും വലിയ ഒരു ടീം, ഒരു ലെഗസി ഉള്ളൊരു ടീമിൻ്റെ മൊത്തം ചുമതല ഒരു 18 വയസ്സ് താരത്തിൻ്റെ മകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. യമാൽ വിങ്ങിയിൽ നിന്ന് കുറച്ച് മിഡിലോട്ടൊക്കെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സീസണിൽ പല മത്സരങ്ങളിലും അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. യമാലിനെ വിങ്ങിൽ ആൾക്കാർ കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോക്കറ്റിലിട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം യമാലൊരു യങ് ടാലൻ്റാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്കില്ലും എല്ലാ പൊട്ടൻഷ്യലും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. സാധാരണ 20 വയസ്സിന് മുകളിലോട്ടാണ് ആ താരങ്ങളുടെ മൊത്തം ഒരു പ്ലെയർ കംപ്ലീറ്റ് ആകുന്നത്. എല്ലാ മേഖലയിലും ഡെവലപ്പായി കംപ്ലീറ്റ് ആകുന്നത് 20 വയസ്സിന് മുകളിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ യമാലിൻ്റെ വയസ്സ് 18 ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഫുൾ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ സ്കില്ല് ഡെവലപ്പായി വന്നിട്ടില്ല. അപ്പോൾ അത് ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് യമാലിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഒരു സീസണിൽ 40 ഗോളും 20 അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് യമാൽ മാറാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ യമാൽ മാറും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ യമാലിൻ്റെ ഈ ഒരു ഇപ്പോൾ കൊടുക്കുന്ന ഒരു പ്രഷർ അതൊരു ഓവർ പ്രഷറാണ്. ഹാൻസി ഫ്ലിക്ക് പ്രോപ്പറായിട്ട് താരത്തെ യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് താരത്തെ റൊട്ടേറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം വലിയ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് താരത്തിന് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എനിവേ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ്.